ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 4 7 തിരുവചനം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 രാജാക്കന്മാർ 4 അധ്യായം 7 തിരുവചനം. ഇന്നലെ നാം ധ്യാനിച്ച കടക്കാരി എണ്ണ വ്യാപാരിയായി മാറിയ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. വിധവയായ ഈ സ്ത്രീ ഏലിശാ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ബുദ്ധിമുട്ട് പ്രാർത്ഥനാ വിഷയമായി പ്രസ്താവിക്കുകയാണ്. എൻ്റെ 2 മക്കളെയും പിടിച്ചു പോകുവാൻ കടക്കാർ വന്നിരിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം എന്ന അവളുടെ ചോദ്യത്തിന് പ്രവാചകൻ, നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ അതിന് കൊടുക്കുന്ന മറുപടി, നീ ചെന്ന് മക്കളുമായി ഭവനത്തിൻ്റെ വാതിലടച്ച് പാത്രങ്ങളിൽ ആ എണ്ണ പകരുക. പാത്രങ്ങൾ കുറവായിരിക്കരുത്, നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്നാണ് എലിശാ പ്രവാചകൻ വിധവയായ സ്ത്രീയോട് പറയുന്നു. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവൾ വീട്ടിൽ പോയി അവളുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ശേഖരിച്ചു. അയൽവാസികളുടെ ഭവനങ്ങളിലെ പാത്രങ്ങളും ശേഖരിച്ചു. ഭവനത്തിനകത്ത് കടന്ന് വാതിലടച്ചു. തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ചെറിയ ഭരണി എണ്ണ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പാത്രങ്ങളിലേക്ക് പകരുകയാണ്. വെള്ളം അണപൊട്ടി ഒഴുകുന്നത് പോലെ എണ്ണ ഒഴുകുകയാണ്. ചില മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ പാത്രങ്ങളും നിറയുകയാണ്. ഉടനെ അവൾ മക്കളോട്, ഇനിയും പാത്രം കൊണ്ടുവാ എന്ന് അപേക്ഷിക്കുകയാണ്. ഇനിയും പാത്രം കൊണ്ടുവരിക. അതിനുള്ള മറുപടി, ഇനി പാത്രം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പൈപ്പ് അഥവാ ടാപ്പ് അടയ്ക്കുന്നത് പോലെ എണ്ണ നിന്നു പോവുകയാണ്. തുടർന്ന് അവൾ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതിന് പ്രവാചകൻ നൽകുന്ന മറുപടിയാണ് നാം വായിച്ചു കേട്ടത്. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന്. അതേ പ്രിയമുള്ളവരെ, വിധവയായ കടക്കാരിയായ ഒരു സ്ത്രീയെ കർത്താവ് എലിശാ പ്രവാചകൻ്റെ ശുശ്രൂഷയിലൂടെ എണ്ണ വ്യാപാരിയാക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിതവുമായി ഇതൊന്ന് ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന് നാം ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിലാണ് നാം കണ്ണുനീരൊഴുക്കുന്നത്, വേദനയിലായിരിക്കുന്നത്, ബുദ്ധിമുട്ടിലായിരിക്കുന്നത്? ആ വിഷയം ഈ സ്ത്രീ എലിശാ പ്രവാചകൻ്റെ അടുക്കൽ കൊണ്ടുചെന്നതുപോലെ പ്രാർത്ഥനയുടെ രൂപത്തിൽ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കാം. രണ്ടാമതായി, പ്രവാചകൻ അവളോട് നിർദ്ദേശിച്ചതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളിൽ പറയുന്ന കൽപ്പനകൾ നമുക്കനുസരിക്കാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അങ്ങനെയായാൽ
ഈ വിധവയായ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും. ആമേൻ.